പഴഞ്ഞിയിൽ അടയ്ക്ക വിപണി ഉണർന്നു. പുതിയ അടയ്ക്ക മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പ്രസിദ്ധമായ പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് നടത്തിയിരുന്ന സ്വകാര്യ വ്യക്തി പ്രായാധിക്യം കൊണ്ട് നിർത്തലാക്കിയപ്പോൾ നിശ്ചലമായത് രാജ്യം മുഴുവൻ അറിയപ്പെട്ടിരുന്ന പഴഞ്ഞിയുടെ പ്രൗഢിയായിരുന്നു. അടയ്ക്ക മാർക്കറ്റ് നിർത്തലാക്കുന്നത് കാണിച്ച് പഞ്ചായത്തിലേക്ക് അപേക്ഷയുമായി എത്തിയ ചെറുവിന്റെ വീട്ടിൽ പോയി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ദീർഘനേരം സംസാരിച്ചെങ്കിലും പ്രായം ഒരു ഘടകമാണെന്ന് പറഞ്ഞ ചെറുവേട്ടനോട് പഞ്ചായത്ത് നേരിട്ട് മാർക്കറ്റ് നടത്താൻ തയ്യാറാണെന്ന് നിർദ്ദേശം വെച്ചെങ്കിലും അത് ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായില്ല. തുടർന്ന് സമയോചിത ഇടപെടലിലൂടെ മാർക്കറ്റിലെ പരിചയസമ്പത്തുള്ള കച്ചവടക്കാരൻ പഴഞ്ഞി ചീരൻ ശ്യാമുവുമായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച നടത്തിയാണ് മാർക്കറ്റ് വീണ്ടും പ്രാവർത്തികമാക്കിയത്. പുതിയ മാർക്കറ്റ് തുടങ്ങാനിരുന്ന സ്ഥലത്ത് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്ന വലിയ പൈപ്പുകൾ മാറ്റാൻ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ശേഷം പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണ പ്രവർത്തനം പഴയ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെ പൂർത്തിയായി. പഴഞ്ഞിയിലെ അടയ്ക്ക മാർക്കറ്റിന്റെ വിപണിയെ ആശ്രയിച്ചു പണിയെടുത്തിരുന്ന CITU തൊഴിലാളികളുടെ പുത്തൻ പ്രതീക്ഷ കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെ സാധ്യമായത്. പഴയ അടയ്ക്കയ്ക്ക് 10,101 രൂപ വില നിശ്ചയിച്ചുകൊണ്ടാണ് ഇന്ന് ആദ്യ കച്ചവടം നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു അടയ്ക്ക മാർക്കറ്റ് എന്നുള്ളതല്ല, കേരളത്തിലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അടയ്ക്കയുടെ വില നിലവാരം നിശ്ചയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാനമായ ഒരു മാർക്കറ്റ് എന്ന നിലയിൽ ഈ മാർക്കറ്റ് ഇവിടെ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്യാമേട്ടനെ പോലുള്ള അടയ്ക്ക കർഷകരെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചത്. പഞ്ചായത്ത് വാർഡ് മെമ്പർ ജിൻസി സജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായിരുന്നു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ മാസ്റ്റർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ജനപ്രതിനിധികൾ ശ്യാമു ചീരൻ തുടങ്ങിയവർ സംസാരിച്ചു.